അതിജീവന പോരാട്ടത്തിനായി നഴ്സുമാർ സമരരംഗത്തേക്ക് ഇറങ്ങുകയാണ്. കഴിഞ്ഞ 8 വർഷമായി സ്വകാര്യ ആരോഗ്യ മേഖലയിൽ ഒരു ശമ്പള വർധനയും ഉണ്ടായിട്ടില്ല. വേതന വർധന നടപ്പാക്കും വരെ പ്രതിഷേധം തുടരാനാണ് നഴ്സുമാരുടെ തീരുമാനം. പ്രവീൺ പുരുഷോത്തമൻ കൂടി തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. നിലവിൽ കേരളത്തിൽ സ്വകാര്യ ആശുപത്രികളിൽ ലഭിക്കുന്ന വേതന വ്യവസ്ഥയിൽ നഴ്സുമാർ തൃപ്തരാണോ എന്നുള്ളതാണ്. തൃപ്തരല്ല എന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ടാണ് നാളെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഒരു വലിയ സമരം നടക്കാൻ പോകുന്നത്. ഇപ്പോൾ പത്തനംതിട്ടയിൽ ഈ യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷന്റെ കീഴിലുള്ള നഴ്സുമാർ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. നിങ്ങളുടെ പ്രധാനപ്പെട്ട ആവശ്യം എന്താണ്? നമുക്ക് മിനിമം സാലറി ഒരു 40,000 രൂപ ആയി കിട്ടണമെന്നാണ് നമ്മളുടെ ഒരു കുറഞ്ഞ ഇന്നത്തെ ചെലവും കാര്യങ്ങളും ഒക്കെ അനുസരിച്ചിട്ട് നമുക്ക് ജീവിക്കാൻ വലിയ പാടാണ്. പെട്രോൾ ചെലവിന് പോലും നല്ലൊരു എമൗണ്ട് നമുക്ക് ആവുന്നുണ്ട്. ഈ ഒരു എമൗണ്ടിൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. എല്ലാ 3 മുതൽ 4 വർഷത്തിനിടയ്ക്ക് ഇത് പുതുക്കേണ്ടതാണ്. ഈ ഒരു നഴ്സിംഗ് മേഖലയിൽ സ്വകാര്യ മേഖലയിൽ മാത്രമേ ഉള്ളൂ ശമ്പള പരിഷ്കരണം നടത്താത്തത്. ഇതിപ്പോൾ 7-8 വർഷമായി പുതുക്കാൻ വന്നിട്ട്. നമ്മൾ പറയുമ്പോൾ അടിസ്ഥാന ശമ്പളം 20,000 ആണല്ലോ. പിന്നീട് അതിന് അങ്ങനെയാണ് ഗവൺമെൻറ് അപ്രൂവ് ചെയ്തിരിക്കുന്നത്. ഗവൺമെൻറ് അപ്രൂവ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് അടിസ്ഥാന ശമ്പളം 40,000 എന്നുള്ളത് നമുക്ക് നമ്മുടെ മാനേജ്മെൻറ്റിനോടാണെങ്കിലും അതിനെക്കുറിച്ച് സംസാരിക്കാൻ സാധിക്കുകയുള്ളൂ. നാളെ നമ്മൾ യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ കേരളത്തിലെ ഏകദേശം 550 ഹോസ്പിറ്റലുകൾ സമ്പൂർണ്ണ പണിമുടക്ക്, സമ്പൂർണ്ണ ഭാഗികമായിട്ടുള്ളൊരു പണിമുടക്ക്, അത്യാഹിത വിഭാഗങ്ങൾ മാത്രം പ്രവർത്തിച്ചുകൊണ്ട് ബാക്കി 50,000 നഴ്സുമാരെ സെക്രട്ടറിയിലേക്ക് എത്തിക്കുകയാണ്. ഏകദേശം 7-8 വർഷത്തോളമായി നമുക്കൊരു മിനിമം വേതനം വന്നിട്ടില്ല. കോവിഡ് വരുമ്പോഴും നിപ്പ വരുമ്പോഴും പ്രളയം വരുമ്പോഴും നഴ്സുമാർ മാലാഖമാരാണ്. പക്ഷേ ഇതെല്ലാം കഴിയുമ്പോൾ വീണ്ടും നഴ്സുമാർ തെരുവിലേക്ക് ഇറങ്ങേണ്ടതാണ്. ഗവൺമെൻറ്റാണ് ഞങ്ങളെ തെരുവിലേക്ക് ഇറക്കിയിരിക്കുന്നത്. 40,000 നമ്മൾ ഗവൺമെൻറ് അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞാൽ അവരത് തരാനായിട്ട് ഒരുക്കമാണ്. നമ്മുടെ മാനേജ്മെൻറ്റ് അങ്ങനെ തന്നെയാണ്. നമുക്ക് പോസിറ്റീവായിട്ടുള്ളൊരു അഭിപ്രായം തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. ചില സമയത്ത് ഞങ്ങൾക്ക് ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്. സമ്പൂർണ്ണ സമരത്തിലേക്ക് തന്നെയാണ് ഞങ്ങൾ പോകാൻ പോകുന്നത്. എന്നാണോ ഇത് ഉറപ്പ് വരുന്നത് അതുവരെ ഞങ്ങൾ സമരം തന്നെ തുടരാനാണ്. തീർച്ചയായിട്ടും ഞങ്ങൾ സമരത്തിന് തന്നെയാണ്. നഴ്സുമാരുടെ ആവശ്യത്തിൽ അവർ ഉറച്ചു നിൽക്കുകയാണ്. നാളെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഒരു വലിയ സമരം അവർ ആവശ്യങ്ങൾ സർക്കാരിന് മുന്നിൽ വെച്ചുകൊണ്ട് സമരം നടത്താൻ പോകുന്നു. ആ ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ തുടർ സമരത്തിലേക്ക് പോകും എന്നാണ് യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷൻ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട. നാളെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ വലിയ സമരത്തിലേക്ക് നഴ്സുമാർ എത്തുന്നു. സമ്പൂർണ്ണ പണിമുടക്കിലേക്ക് അവർ പോകുമ്പോൾ സ്വകാര്യ ആരോഗ്യ മേഖലയെ അത് താളം തെറ്റിക്കുമെന്ന് ഉറപ്പാണ്. പക്ഷേ അവരുടെ അവകാശത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ്. മിനിമം വേതനം 40,000 രൂപയാക്കണം എന്നതുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ അവർ ഉന്നയിക്കുമ്പോൾ അതിനൊപ്പം നിൽക്കുക എന്ന് തന്നെയാണ് നമ്മുടെ ബോധ്യവും നമ്മുടെ ഉത്തരവാദിത്തവും. മാലാഖയല്ല, അവരും മനുഷ്യരാണ് എന്നോർക്കണം. റിപ്പോർട്ടർ ഫൈറ്റ് ഫോർ ജസ്റ്റിസ് ഏതായാലും ഇത്തരത്തിൽ പോരാട്ടം നടത്തുന്നവർക്കൊപ്പം റിപ്പോർട്ടർ എന്നും ഉണ്ടാകുമെന്നാണ്